പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ. വാഴ്ത്തുക താൻ ശുദ്ധനാമത്തെ പേർത്തും, വാഴ്ത്തുക താൻ ശുദ്ധനാമത്തെ പേർത്തും, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും, പാർത്ഥിവൻ തൻ ഉപകാരത്തെ ഓർത്തും. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. നാലാം പുസ്തകം ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളർന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശനം വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങൾ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് അതൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സ്നേഹത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ദൈവമായിരിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം കർത്താരത്തിലായിരിക്കുന്ന കർത്താവ് ജനത്തോട് കർത്താവ് മനസ്സിലിവ് തോന്നണം. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ സ്വർഗ്ഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാണ്. കർത്താവിൻ്റെ കരം അടിയങ്ങളോടൊപ്പം വ്യാപരിക്കേണ്ടതിന് വേണ്ടി നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ന് വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണം, വിടുതൽ കൽപ്പിച്ചു തരണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ, ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം നമ്മെ കടന്നുപോയി. പുതിയൊരു ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസത്തിലേക്കും സമയത്തിലേക്കും കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ ഇന്നും ജീവനോടുകൂടി, ആരോഗ്യത്തോടുകൂടി, സുബോധത്തോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ആ സുബോധവും ആരോഗ്യവും ജീവനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുക.
ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തെ സ്തുതിക്കും. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ശത്രുത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് ലോകത്തിൽ ദൈവവചനത്തിന് വിരോധമായി അന്യവചനങ്ങളെ, മായയെ പെരുക്കുന്ന വചനങ്ങളെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ എതിരാളിയായ സാത്താനാണ്. അവൻ ഈ ലോകത്തിലേക്ക് തൊടുത്തു വിടുന്നത് മുഴുവനും ദൈവത്തിൻ്റെ മക്കൾക്കെതിരെയുള്ള തീയമ്പുകളും ഭോഷ്കിൻ്റെ വചനങ്ങളും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിച്ചു കളയുകയും ചെയ്യുന്ന ആശയങ്ങളുമാണ് ലോകത്തെവിടെയും കാണും. കേൾക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് തോന്നാം, നല്ല ആശയമാണെന്ന് തോന്നാം. മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി, ഒന്നും അതിൽ ദൈവത്തെ ഒന്നും കാണണമെന്നില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അതിന് പിന്നാലെ പിന്നെ പോവുകയാണ്. അവിടെ അത്ഭുതം കണ്ടു, അടയാളങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെയാണ്. അതിന് വിശ്വാസികൾ വരെ പിന്നെ അതിൻ്റെ പിന്നാലെ അതിനെ ശ്രദ്ധിച്ച് അതിനെ ഭയപ്പെട്ട് അതിലേക്ക് തിരിയുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും യഥാർത്ഥത്തിൽ ക്രിസ്ത്യ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ അവിടെ ഭൂമി പിളരുന്നു എന്നോ അത് സത്യമാണെന്നോ അല്ലെങ്കിൽ ഇതുവരെ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് പറഞ്ഞാലോ അവന് ഭയമില്ല, ഇളക്കമില്ല. കാരണം അവൻ ഇളകാതെ നിൽക്കാൻ തക്കവണ്ണം അവൻ്റെ ഹൃദയം ഉറച്ചിരിക്കുകയാണ്. എവിടെ? പാറമേൽ. ഏത് പാറമേൽ? ക്രിസ്തു എന്ന പാറമേൽ. എങ്ങനെ ഉറച്ചിരിക്കുന്നു? ക്രിസ്തു എന്ന് വചനമായിട്ട് നമുക്ക് വ്യാപരിക്കുന്ന, പ്രസംഗിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയുടെ കാലമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാവും. ക്രിസ്തു ഹൃദയത്തിൻ്റെ പാറയാണ്. ആ ക്രിസ്തു ഐശ്വര്യമായിട്ട് വസിക്കുന്ന ഹൃദയങ്ങളുണ്ട്, അല്ലാതെ വസിക്കുന്ന ഹൃദയങ്ങളുണ്ട്. ഐശ്വര്യമായിട്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുകയാണെങ്കിൽ ഒരു ഇളക്കവും അവനില്ല. അത്ഭുതങ്ങൾ കണ്ടാൽ അത് ലോകത്തിൻ്റെതായ ഒരു വഴിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ അതിലേക്ക് തിരിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. മുൻപൊക്കെ ഇവിടെ സത്യവിശ്വാസം നിലനിന്നവർ ഒരിക്കൽ വിദേശത്ത് ഒരു വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താരദാസൻ എഴുന്നേറ്റ് സൗത്ത് കൊറിയയിലോ മറ്റെയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു വലിയൊരു പ്രവൃത്തി, അത്ഭുത പ്രവൃത്തി എഴുന്നേറ്റ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും, അതിൽ അനേകം പേർക്ക് എങ്ങനെയെങ്കിലും സൗത്ത് കൊറിയയിൽ ചെന്നാൽ മതി എന്നൊരു ചിന്തയും ആഗ്രഹവും അവരുടെ ഉള്ളിലുണ്ടായി. ഇതിങ്ങനെ സൗത്ത് കൊറിയയിൽ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വേറെ എവിടെയെങ്കിലും ഉണ്ടാവും, അവിടെ അങ്ങോട്ട് പോകും. ഇങ്ങനെ ലോകം മുഴുവനും അലഞ്ഞ് തിരിയുന്നതല്ലാതെ അവൻ ലക്ഷ്യത്തിലെത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ജനമോ കൂടുതൽ കാര്യങ്ങളൊന്നും അവർക്കറിയാൻ പാടില്ല. അവരെ കർത്താവ് കൈപിടിച്ച് നടത്തി അവരുടെ ഉള്ളിൽ സത്യവചനത്തെ കൊടുത്ത് ആ വചനം അനുസരണമായി തീർന്ന് ക്രിസ്തു ഉള്ളിൽ വസിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ അവരെ നടത്തി ദൈവത്തിൻ്റെ മക്കളായി തീർന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവരെ ആത്മാവിനോട് സാക്ഷ്യം പറഞ്ഞ് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഇതൊന്നും ഇളക്കത്തിനുള്ള കാരണമല്ല. ഇതൊന്നും ഇളക്കത്തിനുള്ള കാരണമല്ല. പിന്നെയോ അവരിളകും. ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തെറ്റിപ്പോകുന്നുണ്ടോ, വചനത്തിൽ നിന്ന് ഇളകിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്ന അടയാളങ്ങൾ ലോകത്തിൽ കാണുന്നുണ്ടെന്ന് വന്നാൽ, അപ്പോൾ അവർക്ക് മാനസികമായി അവരെ ഹൃദയം കൊണ്ട്
അവർ ചിന്തിപ്പാനിടയായിത്തീരും. അങ്ങനെ തന്നെ കർത്താവിൻ്റെ ജനമായിരിക്കണം. ഒരിക്കലും നാം ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ദുർബല വികാരങ്ങളെയും മനുഷ്യൻ്റെ ഭയത്തെയും മനുഷ്യൻ്റെ അല്പത്വത്തെയും ചൂഷണം ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും കേട്ട് അതിലേക്ക് തിരിയുകയോ അതിന് കീഴടങ്ങുകയോ അതിൽ ഭ്രമിക്കുകയോ, നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ വല്ല ആത്മാവിനാലും നിങ്ങൾ ഇളകിപ്പോകരുത് എന്ന് വചനത്തിലുള്ളതുപോലെ അവർ ഉറച്ചു നിൽക്കണം. കാരണം കാലം അന്ത്യകാലമാണ്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടി തെറ്റിപ്പാനായി പിശാച് ലോകത്തിലേക്ക് വന്നിരിക്കുന്ന കാലഘട്ടമാണ്. വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റൊരു ചിന്തയില്ല. ദൈവത്തിൽ തന്നെ ശ്രദ്ധ വെച്ച് ദൈവിക കാര്യങ്ങളിൽ തന്നെ ഹൃദയം കേന്ദ്രീകരിച്ച് നടക്കുന്ന ജീവിതങ്ങളാണ് വൃദ്ധന്മാർ. എന്നാൽ അവരെ പോലും വീഴിക്കാൻ ഏതെങ്കിലും കാരണത്താൽ സാധിക്കുമോ എന്നറിയാനായി ദൈവത്തിൻ്റെ എതിരാളി ഈ ലോകത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. ബാക്കിയുള്ളതെല്ലാം തിരിഞ്ഞു പോകും. ബാക്കിയുള്ളതെല്ലാം എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഒക്കെ നിന്നവർ അനേകം പേരില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ജാഗരിച്ചും തന്നെ ജീവിതം നയിച്ചവരും അവരിളകിപ്പോയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം നാം വീണ്ടും ഈ ലോകത്തിൽ ഇത്രയേറെ സംഭവങ്ങളുടെ മധ്യേ ആരാധിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നോഹയുടെ കാലം പോലെയുള്ള കാലം വ്യക്തമായിട്ട് കാണാൻ കഴിയും. എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതായത് നോഹയുടെ കാലത്ത് നോഹ സുവിശേഷം പ്രസംഗിച്ചതാ, ന്യായവിധിയുടെ വചനം പ്രസംഗിച്ചതാ. അതായത് ദൈവം ലോകത്തെ ശിക്ഷിക്കാൻ പോകുന്നു, സകല മനുഷ്യരും താങ്കളുടെ വഴി വഷളാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവം മൂക്കിൽ ജീവശ്വാസമുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കാൻ പോവുകയാണ്. മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും താന്താൻ്റെ ദുർമാർഗം വിട്ട് തിരിഞ്ഞ് ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. ഇതാണ് നീതിപ്രസംഗിയായ നോഹ അന്നത്തെ കാലത്ത് ചെയ്തത്. അനേകം പേര് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അനേകം പേര് അത് ഏറ്റു പറഞ്ഞിട്ടുണ്ടാകാം. നമുക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് പോലെ അനേകർ ആ സുവിശേഷം ഏറ്റെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ടാകാം. ആ ന്യായവിധിയുടെ വചനം ആരൊക്കെ പ്രസംഗിച്ചില്ല എന്നുള്ളത് നമുക്കറിവില്ല. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നോഹയുടെ കാലം പോലെ ഒരു കാലം നിങ്ങൾക്ക് വരും, സോദോം ഗൊമോറയുടെ കാലം പോലെ ഒരു കാലം നിങ്ങൾക്ക് വരും. അന്നത്തെ കാലത്ത് ഓരോരുത്തൻ താങ്കളുടെ ഉപജീവനത്തിന് വേണ്ടി വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും അധ്വാനിച്ചും ഭക്ഷണം കഴിച്ചും പാനീയം കുടിച്ചും സ്നേഹിച്ചും അങ്ങനെയൊക്കെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്താണ് പെട്ടെന്ന് വരുന്നത്. ഇതാ പ്രളയം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിക്ക് നമ്മൾ ചിന്തിക്കണം. അന്ന് നോഹയുടെ പ്രസംഗം കേട്ട് എത്രയോ കോടി ജനമുണ്ടായിരുന്നു. അന്ന് ദ്വീപുകൾ ഇതുപോലെ പിരിച്ചു പോയിട്ടില്ല. ഇതെല്ലാം ഒറ്റ ഭൂഖണ്ഡമാണ്. അങ്ങനെ കിടന്നുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് നോഹ പ്രസംഗിക്കുന്നത്. ഈ നോഹയുടെ പ്രസംഗം ഒരു കുഞ്ഞു പോലും കേട്ടില്ല എന്ന് പറയുന്നത് നമുക്കത് അങ്ങനെ ചിന്തിക്കാൻ തരമില്ല. കാരണം അതിൽ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുമ്പോൾ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് ക്രിസ്തുവാണ്,
പ്രസംഗിച്ചത്. പരിശുദ്ധാത്മാവിലാണ് ക്രിസ്തു നോഹയിൽ കൂടി പ്രസംഗിച്ചത്. അപ്പം നോഹ, പരിശുദ്ധാത്മാവ്, ക്രിസ്തു, ഇങ്ങനെ ആ പ്രസംഗത്തിൻ്റെ ആധാരമായി ഈ 3 ഘടകങ്ങളുണ്ടായിരുന്നു. ഈ മൂന്ന് ഘടകങ്ങളുണ്ടായിരുന്നു. ഈ പ്രസംഗം ആരും കേട്ടില്ല, ഒറ്റ മനുഷ്യൻ, ഒരു കുഞ്ഞു പോലും കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര സ്വീകാര്യമല്ല. കാരണം കേട്ടിട്ടുണ്ട്, ഒരു പക്ഷേ ഭാഗികമായിട്ട് വിശ്വസിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ നോഹ അന്നത്തെ കാലത്ത് വലിയൊരു പ്രഭുവായിരുന്നല്ലോ. ആ നോഹ ആരോടെങ്കിലും പറഞ്ഞ് നിങ്ങളും പറയണം, ലോകം നശിക്കാൻ പോവാ. അപ്പോൾ നോഹയെ തൃപ്തിപ്പെടുത്താനെങ്കിലും, ഇല്ലെങ്കിൽ സാമ്പത്തിക സന്തോഷത്തിന് വേണ്ടിയിട്ടെങ്കിലും, ഇനി ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവാണ് ഇത് പ്രസംഗിക്കുന്നതിനോട് കൂടെ ഉള്ളത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം കൊണ്ടെങ്കിലും അനേകർ അത് ഏറ്റെടുത്ത് ആ വഴിയെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, പ്രസംഗിച്ചിട്ടും ഉണ്ടാവും, ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ ആത്മീയ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ പെട്ടകം പണിത് നോഹ മാത്രമേ ഉള്ളൂ. പെട്ടകം പണിത് നോഹ മാത്രമേ ഉള്ളൂ. പ്രസംഗമൊക്കെ ധാരാളം പേരുണ്ട്, കേൾക്കുന്നവർ ധാരാളം പേരുണ്ട്. ആ പ്രസംഗത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് നമ്മൾ ചിന്തിക്കണം. എന്നാൽ ഇന്ന് 1000 കോടി ജനം ഈ ലോകത്തിലുണ്ടെന്നാണ്. 1000 കോടി ജനം ഈ ലോകത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ജനം പെരുകി ഈ ലോകത്തിൽ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം. അന്ന് എത്ര കോടി ജനം ഉണ്ടായിരുന്നിരിക്കണം? എത്ര കോടി? ഇനി അതും വിട്ടുകളാം, അത് കേട്ടെ, എത്ര കോടി ഉണ്ടാകട്ടെ. ഇതിൽ ഒരു കൂട്ടര്, ഒരു ദേശത്തോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ, എന്നോട് നോഹ ഇത് പറഞ്ഞില്ലോ, ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ നാശത്തിന് ആരും ഉത്തരവാദി? ഇല്ല, കേട്ടിട്ടുണ്ട്. ദൈവം കേൾപ്പിച്ചിട്ടുണ്ട്. ദൈവം നീതിമാനാണ്. കാരണം ആത്മാവിൽ ക്രിസ്തു എന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചെന്നാണ്. ഏതെല്ലാം തടവിലുള്ള ആത്മാക്കളുണ്ടോ അന്ന് ആത്മാക്കൾ മുഴുവൻ തടവില്ല, ബന്ധനത്തില. അവരോടെല്ലാം പ്രസംഗിച്ചിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, ആരും അറിയാത്തവരില്ല. അപ്പൊ എത്രമാത്രം ഇന്നിപ്പോൾ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഈ ലോകം മുഴുവനും നമ്മൾ പഠിക്കുന്ന പോലെ 3000-ൽ പരം ഉപദേശങ്ങളും, ആയിരക്കണക്കിന് സഭകളും, കോടിക്കണക്കിന് വിശ്വാസികളും, വിവിധമായിട്ടുള്ള ജീവിത രീതികളുമായി ക്രിസ്തീയത ഈ ലോകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെ അന്നും നോഹ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ വ്യാപ്തി ആ ലോകത്തെങ്ങും ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഇതാ മഴ വന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ മഴ വന്നു, വെള്ളം പൊങ്ങുന്നു. എങ്ങോട്ട് പോകും? നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി. ദൈവം നിശ്ചയിച്ചിരുന്ന ജീവികളും കടന്നു. ദൈവം പെട്ടകത്തിൻ്റെ വാതിലടച്ചു. കേട്ടവരുണ്ട്, അറിഞ്ഞവരുണ്ട്, കേൾപ്പിച്ചവരുണ്ട്. ആർക്കും രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. കാരണം പെട്ടകമില്ല. രക്ഷപ്പെടണമെങ്കിൽ പെട്ടകം വേണം. ഇതുപോലെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവർ എത്രയുണ്ട്? എത്രയോ നമ്മുടെ കണക്കിൽ, നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത തരത്തിൽ സുവിശേഷകരുണ്ട്. അവര് വചനം കേട്ടവരെത്രയുണ്ട്? ധാരാളം പേരുണ്ട്. വിശ്വസിച്ചവരോ? അതിലുകൊണ്ട് തരാം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരൊറ്റ ചിന്തയാണ്, ഒറ്റ വാക്കാണ്. വിശ്വസിച്ചവരോ? എത്ര പേരുണ്ട്? അപ്പോൾ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ, എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം ചോദിക്കുന്നു, നിന്റെ വിശ്വാസം പ്രവൃത്തി കൂടാതെ കാണിച്ചതാ. വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അറിയാം. അതായത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ആളുകൾ കേൾക്കുകയും കാണുകയും വിശ്വസിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടകം പണിയുമായിരുന്നു. ഗോഫർ മരം കൊണ്ടുള്ള പെട്ടകം എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് മാത്രമല്ല, അന്ന് ഉള്ള ഗോഫർ മരം കൊണ്ട് മുഴുവൻ പെട്ടകം, നോഹ പെട്ടകം പണിയാൻ പറ്റില്ലല്ലോ.
വേറെ ഗോപുരമരമുണ്ട്, കീലുമുണ്ട്, പശയുണ്ട്, എല്ലാം ഉണ്ട്. ആരും പണിതിട്ടില്ല, ആരും പണിതിട്ടില്ല. പണിതവൻ നോഹ മാത്രമാണ്. അതിൻ്റെ അർത്ഥം അന്നുണ്ടായിരുന്ന സ്വർഗീയ വചനം വിശ്വസിച്ചവൻ, അത് പ്രാപിച്ചവൻ, പ്രാപിക്കേണ്ട രീതിയിൽ പ്രാപിച്ചവൻ അനുസരിച്ച് നോഹ മാത്രമുണ്ട്, വേറാരുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ അന്ന് പരിശുദ്ധാത്മാവിൽ ക്രിസ്തു എന്ന് പ്രസംഗിച്ചതുപോലെ തന്നെ ഇന്ന് സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നു. പക്ഷെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രിസ്തു എന്ന് പ്രസംഗമാണ്, വചനമാണ്. ആ വചനം പുറപ്പെട്ടു വരുന്നത് ആത്മാവിലാണ്. ആത്മാവ് പുറപ്പെട്ടു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഇങ്ങനെ പുറപ്പെട്ടു വരുമ്പോൾ അത് വിശ്വസിച്ച് ക്രിസ്തു ഉള്ളിൽ വന്നിട്ടുള്ള ജീവിതങ്ങൾ അവര് അന്ന് പെട്ടകം പണിതുപോലെ പെട്ടകം പണിതുകൊണ്ടിരിക്കുക. ഈ പെട്ടകത്തിൻ്റെ പണിയുടെ ഇടയ്ക്ക് വെള്ളം പൊങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ നോഹ പോവോ? അന്നുണ്ടാവും, ബെന്യാമീനെ പോലുള്ളവരുണ്ടായിരിക്കാം. നമുക്കറിയാവോ? അറിയാൻ പാടില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും ശാപവും രാക്കും പ്രവചനങ്ങളും ദൂതും ഇതൊക്കെ ഉണ്ടാവും. ഇതിലേക്കൊക്കെ തിരിഞ്ഞു പോവോ? പോവില്ല. കാരണം സ്വർഗത്ത് നയിച്ച പരിശുദ്ധാത്മാവിനാൽ വചനം കേട്ട് അത് വിശ്വസിച്ച് അതിൻ്റെ അനുസരണത്തിൽ പെട്ടകം പണിതുകൊണ്ടിരിക്കുക ശ്രദ്ധയോടുകൂടി. കാരണം അതൊന്നും കേൾക്കാനുള്ള സമയമില്ല. അതൊന്നും കേൾക്കാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ എന്ന വചനം. കാരണം ഉണ്ടല്ലോ, ഒരു ദിവസം ഒരു നിമിഷം താമസിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടകം തീരുന്ന ദിവസം പ്രളയമാണ്. ആ പ്രളയം ഉണ്ട് എന്ന് വിശ്വസിച്ച്, മഴ വരുമെന്ന് വിശ്വസിച്ച് നോഹ പണിതുകൊണ്ടിരിക്കുക. ഇളകാൻ സമയമില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, പല കാര്യങ്ങളും ലോകത്തിൽ നടക്കും. പലതും നമ്മുടെ കാഴ്ചയ്ക്കും കേൾവിക്കും നമ്മുടെ അറിവിലും ഏറ്റവും ശ്രദ്ധിക്കത്തക്കതായി തോന്നും. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നാം ക്രിസ്തുയേശുവിനാൽ വലിയൊരു പ്രവൃത്തിക്ക് വിളിക്കപ്പെട്ടവരാണ്. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അനേകരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയ കാലഘട്ടമാണ്. തകർന്നുപോയി. കാരണം ഇനി പ്രളയം വന്നാൽ ആ പ്രളയത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാത്ത തരത്തിൽ മനസാക്ഷി തള്ളിക്കളഞ്ഞു. ഇന്നും നമ്മുടെ മനസാക്ഷിക്ക് കുലുക്കം വരാതെ വണ്ണം ഇന്നും നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇളകാതിരിക്കട്ടെ. കാരണം അതിന് ഇളകാനുള്ള സകല വഴികളും വന്നു കഴിഞ്ഞു. വിഗ്രഹങ്ങൾ അത്ഭുതം കാണിക്കുന്നു, യുദ്ധങ്ങൾ നടക്കുന്നു, ക്ഷാമം, ഭൂകമ്പം മുതലായ അവിടെ ഉണ്ടാകുന്നു. പ്രവചനത്തിന് ഈ സമയത്ത് പ്രവചനത്തിന് തന്നെയായിട്ട് ചിലരങ്ങ് ഇറങ്ങി. പ്രവചനം അവിടെ എന്ത് സംഭവിക്കും, ഇവിടെ എന്ത് സംഭവിക്കും, എവിടെ സംഭവിക്കട്ടെ. ഇറാനിൽ എന്ത് സംഭവിക്കും, ഇറാഖിൽ എന്ത് സംഭവിക്കും, ഇസ്രായേലിൽ എന്ത് സംഭവിക്കും, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അവിടെ എന്ത് സംഭവിച്ചിട്ട് അത് എന്നെ കൊണ്ട് പറ്റുമോ നിയന്ത്രിക്കാൻ? അത് അങ്ങനെ ഇരിക്കാതെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം അടയാളങ്ങളായി കണ്ടല്ലോ. ക്ലോക്ക് 12 മണിക്ക് എനിക്കൊരു കാര്യം പ്രാപിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 8 മണിയായി പോകണ മുതലേ ഞാൻ ടെൻഷൻ എടുക്കാൻ തുടങ്ങി. ടെൻഷൻ എടുത്താൽ ഇനി അതിൻ്റെ ക്ലോക്ക് അങ്ങ് തിരിച്ചു വയ്ക്കാൻ നോക്കാം. സമയമാവോ? ഇല്ല, അതിൻ്റെ സമയമുണ്ട്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതിനു മുൻപേ തന്നെ അവൻ്റെ വരവെങ്കിൽ വിശ്വാസ കപ്പൽ പൂർത്തിയാകണം. സുവിശേഷം അറിയിച്ച സുവിശേഷവും പ്രവർത്തിക്കണം. അതിനാൽ രക്ഷപ്പെടുന്നവർ പെട്ടകത്തിൽ കടക്കണം. പെട്ടകത്തിൻ്റെ കിളിവാതിൽ കർത്താവ് തന്നെ അടയ്ക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രക്ഷ സുനിശ്ചിതമാണ്, ഇളക്കമില്ലാത്തതാണ്. അവരുടെ ഹൃദയം ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്നതാണ്. ഇളകണ്ട. നമ്മൾ ഒരിക്കലും ചഞ്ചലിക്കണ്ട. ദൈവം നമ്മെ അനുഗ്രഹിക്കണം.
ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വായിച്ച സങ്കീർത്തനം, ആ സങ്കീർത്തനം 90-ാം സങ്കീർത്തനമാണ്. 90-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിവുള്ള ഒരു സങ്കീർത്തനമാണ്. കാരണം മരിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 90-ാം സങ്കീർത്തനം. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അനവധി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നല്ല ചെയ്തു. അന്നേരമാണ് ഈ മരണം നടക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞത്. മനുഷ്യപുത്രന്മാരെ തിരികെ, അത് ആരെ സംബന്ധിച്ചാണ്? വിശുദ്ധന്മാരെ സംബന്ധിച്ചാണോ, ജാതികളെ സംബന്ധിച്ചാണോ? അവിടെ പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല. എല്ലാവർക്കും ബാധകമാണ്. മനുഷ്യനാണോ ഈ വിളിയിങ്കൽ മടങ്ങിയേ പറ്റും. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്ന് അരുളി ചെയ്യുന്നു. മടങ്ങണം. അപ്പോൾ എവിടെ നിന്ന് വന്നു? പ്രവാസികളും പരദേശികളുമാണ് നിങ്ങളുടെ പ്രാണൻ. ഒരു ഭക്തന്റെ പ്രാണൻ എന്ന് പറയുന്നത് പ്രവാസിയാണ്, പരദേശിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ ശരീരത്തോടു കൂടി ജീവിക്കാൻ ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിൽ ഒരു പരദേശിയാണ്. ഇവിടുന്ന് അന്യ സംസ്ഥാനത്ത് പോയി അല്ലെങ്കിൽ അന്യദേശത്ത് പോയിട്ട് ഒരു കാര്യത്തിന് പോയതാ. അപ്പൊ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു 2-3-4 മാസം അവിടെ നിൽക്കണം. 3-4 മാസം അവിടെ നിൽക്കണമുണ്ട്. അതുകൊണ്ട് വെറുതെ നമ്മൾ ഹോട്ടലിലും ലോഡ്ജിലും ഒന്നും മുറിയെടുക്കണ്ട. ഒരു വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ സുഖമായിട്ട് താമസിക്കാം. വലിയ വാടകയും വരില്ല. അതിനെല്ലാം നമുക്ക് വെച്ച് പിടിച്ച് അവിടെ കഴിയുകയും ചെയ്യാം എന്നൊരു അഭിപ്രായത്തിൽ അവിടെ ഒരു വീടെടുത്തു. അവിടെ അങ്ങ് താമസിച്ചു. സമയം കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് വീടും വിട്ടു, എല്ലാം വിട്ടതിന് ശേഷം പോയ കാര്യം സാധിച്ച് നേരെ തിരിച്ചു പോകും. ഇതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതം. ഇവിടെ വന്ന് ഈ കൂടാരത്തിൽ നമ്മൾ വസിക്കുകയാണ് കുറച്ച് കാലത്തേക്ക്. വചനത്തിൽ വായിച്ചു കേട്ടല്ലോ, 70 സംവത്സരം ഏറെ ആയാലും 80 സംവത്സരം എത്ര ആയിക്കോട്ടെ. ഇനി അതും അപ്പുറം 90 ജീവിക്കുന്നവരുമുണ്ട്, 100 ജീവിക്കുന്നവരുമുണ്ട്. ഇനി അതിനപ്പുറം ഉണ്ടായേക്കട്ടെ, ഏതും ആകട്ടെ. മനുഷ്യന്റെ നിസ്സാരത്വമാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെ പരദേശിയായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരിവിടെ നിന്ന് മടങ്ങുമ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത്, ശരീരം വിട്ടതിന് ശേഷം ഇതിനകത്ത് വസിക്കുമാറാക്കിയ ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യനാണ് മടങ്ങേണ്ടത്. അനേകർ ഇത് വിശ്വസിക്കുന്നില്ല. പെന്തക്കോസ്തുകാർ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നത് വികലമായിട്ടാണ് പലരും വിശ്വസിക്കുന്നത്. എന്താണ് ഈ മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അരുളി ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തായി പുറത്തേക്ക് പോകുന്നത്? പെട്ടെന്ന് ചിന്തിക്കുന്നത് ശ്വാസം, അത് ഈ ലോകത്തിലുള്ളതല്ലേ. ആകാശത്ത് ഒരു മനുഷ്യന്റെ ശരീരം പ്രവർത്തിക്കാനായിട്ട് 4 വായുക്കളുടെ പ്രവർത്തനമാണ്. അത് ആയുർവേദം ശാസ്ത്രം പഠിപ്പിക്കുന്നതല്ലേ. അതങ്ങ് പോയി, ശരീരം മണ്ണിലേക്കും പോയി. പിന്നെ ശേഷിക്കണേ ഈ ചൈതന്യം. അതിപ്പോൾ നമ്മളെ അന്വേഷിക്കുന്നതിനോടൊപ്പം മൃഗങ്ങളെ അന്വേഷിക്കട്ടെ. അപ്പോൾ ഇത് ഏതൊക്കെ സെയിമാണ്. അതാണല്ലോ അസ്തിത്വവാദം എന്നൊക്കെ പറയുന്നത്. അതാണ്. അങ്ങനെ ലോകത്തിലുള്ളവരിൽ അധിക ശതമാനവും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അജ്ഞരാണ്. അതായത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ വേർപെട്ട് കഴിയുന്ന ഒരു അനുഭവമുണ്ട്. അന്നേരം ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വ്യക്തിയുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നത് അപൂർവമാണ്. അപ്പോസ്തലനായ പൗലോസ് അതിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. എന്ത് വിട്ടുപിരിഞ്ഞ്? ലോകത്തെ വിട്ടുപിരിഞ്ഞ്, ശരീരത്തെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. അപ്പോൾ ശരീരം വിട്ടുപിരിഞ്ഞാലും ലോകത്തെ വിട്ടുപിരിഞ്ഞാലും അപ്പോസ്തലനായ പൗലോസിന് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി അത് എങ്ങനെയെന്നുള്ളതാണ്. അതിപ്പോൾ 1-2 വാക്കുകളിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നില്ല. ഉണ്ട് എന്നുള്ളത് ഏതായിട്ടും ആദ്യം വിശ്വസിക്കുക, പഠിക്കുക. അതിനെക്കുറിച്ച് പല തരത്തിലുള്ള തെറ്റിദ്ധാരണകളും
വിചാരങ്ങളും പഠനങ്ങളും എല്ലാം ഈ ലോകത്തിലുണ്ട്. അതൊക്കെ ഇപ്പോൾ അതെല്ലാം നമ്മൾ ചിന്തിക്കുന്നു. എന്തായിരുന്നാലും ഈ ഞങ്ങളോട് മടങ്ങി വരുവീൻ എന്നതിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ശരീരം വിട്ടതിന് ശേഷം അവിടെ നിന്ന് മടങ്ങേണ്ടി വന്നു. ശരീരം വിട്ട് മടങ്ങേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം. എന്താണ് അവിടെ വിഷയം എന്ന് പറയുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വടക്കേതേക്ക് പോയി, അന്യ സംസ്ഥാനത്ത് പോയി, ഒരു കാര്യസാധ്യത്തിന് പോയതാ. 3-4 മാസം അവിടെ കൊടുത്തത് താമസിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോ വാടക മുഴുവൻ കൊടുത്തില്ല. കൊണ്ടുപോയ പല സാധനങ്ങളും അവിടെ ഇട്ടിട്ട് പോന്നു. അവിടെ ഉള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നില്ല. 2, മൂന്നാമത്തത് തൻ്റേതല്ലാത്ത സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നു. ഇങ്ങനെ പല കാരണങ്ങളാൽ അവിടുത്തെ ആളെ അന്വേഷിച്ചു വന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ ജീവിതം ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ യാതൊരു ബാധ്യതയും ഇല്ലാതെ വിട്ടുപിരിയണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇല്ല എങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല കർത്താവിന്റെ അടുക്കലേക്ക്. അതിന്റെ കാരണം നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെ പോകണമെങ്കിൽ ഒന്നാമത്തെ കാരണം ദീർഘായുസ്സോട് തൃപ്തി വരണം. മതി. ഇനി ഈ ലോകത്തിൽ എന്തിനു ജീവിക്കുന്നു? മതി. ഇത് മായ, ഇത് മാറിപ്പോകുന്ന. നമ്മളുടെ പ്രവാസികളും പരദേശികളുമാണ്, തൽക്കാലത്തേക്ക് വന്നവരാ. അതുകൊണ്ട് ഇവിടെ സ്ഥിരവാസം നമുക്കില്ല. അപ്പോ യാതൊരു തരത്തിലും വിട്ടുപോകുന്ന സമയത്ത് തൃപ്തി വരാത്ത ഒരു യാത്ര പാടില്ല. മതി. എന്തെല്ലാം കണ്ടാലും എന്തെല്ലാം കേട്ടാലും അതിനെക്കുറിച്ചാണ് വചനം പറയുന്നത്. അവർ നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ മരിക്കാൻ പോവാ. കർത്താവിനെ തള്ളി പറഞ്ഞാൽ അവന് ജീവിക്കാം. കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാം. കാരണം ചെറുപ്പാ. അപ്പൊ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. ആഫ്രിക്കയിലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. ഒന്നുകിൽ യേശുവിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞാൽ ഇനിയും വർഷങ്ങൾ ജീവിച്ചിരിക്കാം. ഇല്ല എങ്കിൽ ഇപ്പൊ തന്നെ കൊല്ലുക. ഇതിലാണ് ദർശനം. ദൈവത്തിന്റെ വചനം പഠിച്ചിട്ടുള്ളവൻ ഇപ്രകാരം ചിന്തിക്കുന്നു. ഞാനിപ്പോ ഇന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അത് കർത്താവിന് വേണ്ടിയിട്ടാ. കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ മരിക്കുന്നത്. എൻ്റെ ശരീരം വേർപെട്ടിരിക്കുന്നത്. നാളെ നല്ലൊരു പുനരുദ്ധാനം പല വിധത്തിലുണ്ട്. നമ്മൾ പഠിക്കുന്ന പോലെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ രൂപാന്തരപ്പെടും. മറ്റൊന്ന്, മരിച്ചവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. 1000 വർഷം കഴിഞ്ഞതിന് ശേഷം മരിച്ചവർ ആബാലവൃദ്ധം ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ പല കാര്യങ്ങൾ. പുനരുദ്ധാനം പലതരത്തിലാണ്. തൃപ്തി വരാത്ത ആയുസ്, അതായത് തനിക്കിവിടെ ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ഇത്രയും കാലം ജീവിച്ചിട്ട് ഇനിയും ഇതിൽ ജീവിച്ചിട്ട് ഒരു പ്രത്യേക ഉദ്ദേശമൊന്നും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം അവനെ പ്രലോഭിപ്പിച്ചാലും എന്തെല്ലാം അവനെ ആശിപ്പിച്ചാലും അതിലൊന്നിലും വീണു പോകാതെ ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വന്നാൽ മതി ശേഷം. എന്നാൽ ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കും പ്രകാരം ഈ ലോകം വിട്ടു പോകുന്ന മനുഷ്യർ അധികവും ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരാത്തവരാണ്. രണ്ടാമത്തത്, സമാധാനമില്ല. പൂർണ്ണ സമാധാനത്തിൽ അവർ കല്ലറയിൽ കിടക്കുമെന്ന്. സമാധാനമില്ല. മനുഷ്യന് സമാധാനം വരണമെങ്കിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭയം തീരണം. ഭയം തീരണമെങ്കിൽ മരണം നീങ്ങണം. മരണം നീങ്ങണമെങ്കിൽ ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ പക്ഷം ചേരണം. ദൈവത്തിൻ്റെ പക്ഷം ചേരണമെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കണം. ക്രിസ്തുവിനെ അംഗീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കണം, അനുസരിക്കണം. ഇത്രയും ചെയ്യാത്തവൻ ഒരിക്കലും പൂർണ്ണ സമാധാനത്തിലൂടെ ഒന്നും പോവില്ല, പോകാൻ പറ്റില്ല. ഓർക്കണം, ആ ചെയിൻ മറന്നു പോകരുത്. ഇവിടെ ഒന്ന് മരിക്കുന്ന സമയത്ത് സമാധാനത്തോടെ പോകണമോ? സമാധാനത്തോടെ പോകണമല്ലോ. അതിന് ഭയം നീങ്ങണം. ഭയം നീങ്ങണമെങ്കിൽ മരണം നീങ്ങണം. മരണത്തിന്റെ അധികാരി പിശാച, അത് നീങ്ങണം. പ്രാണന് ജീവവരുന്ന മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കാനാണ് യേശു വന്നത്. മരണഭയം നീങ്ങണം. മരണഭയം നീങ്ങണമെങ്കിൽ ദൈവത്തിന്റെ പക്ഷം ചേരണം. ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിത്യജീവനെ പ്രാപിക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. ജീവൻ വേണമെങ്കിൽ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ പക്ഷക്കാരനായി തീരണമെങ്കിൽ, ക്രിസ്തുവിന്റെ പക്ഷക്കാരനായി തീരണമെങ്കിൽ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിക്കണം. ഇതാ കർത്താവിന്റെ മക്കൾക്കുള്ള ധൈര്യം. അപ്പൊ അവർക്ക് എന്തൊക്കെയുണ്ട്? വചനം പറയുന്നത് ഭയമില്ലാത്തവരാണ് അവര്. ഭയം ഉണ്ടായിരുന്നു പണ്ട്. മരണം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമായിരുന്നു. ഇന്ന് ഭയമില്ല. അതിന്റെ കാരണം നിത്യജീവൻ കിട്ടി. മരിക്കാത്ത ഒരു പ്രാണന്റെ അനുഭവം കിട്ടി. എങ്ങനെ കിട്ടി? ദൈവത്തിന്റെ പക്ഷക്കാരനായി തീർന്നു. ജീവൻ തരുന്ന ദൈവത്തിന്റെ പക്ഷക്കാരനായി തീർന്നു. എങ്ങനെ? ക്രിസ്തുവിനെ അംഗീകരിച്ച്. പുത്രനെ സ്വീകരിക്കുന്നതിന് പിതാവുണ്ട്. പുത്രനെ സ്വീകരിക്കുന്നതിന് ജീവനുണ്ട്. അതെങ്ങനെ സാധിച്ചു? സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച്. അപ്പൊ ഒരിക്കലും നഷ്ടപ്പെട്ടു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ല എന്ന് കർത്താവിന്റെ വചനത്തിലുള്ളതുപോലെ പൂർണ്ണ സമാധാനം. കാരണം മരിച്ചു കഴിഞ്ഞാൽ പൊയ്ക്കോട്ടെ. കാരണം എൻ്റെ ശരീരത്തെ കൊല്ലാൻ സാധിക്കും. എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ശരീരത്തെ കൊന്നിട്ട് വലുതായിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവനെ നിങ്ങൾ ഭയപ്പെടണ്ട. ശരീരത്തെ ഭയപ്പെടേണ്ടത് ആരെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആരെ? യേശു പറഞ്ഞു, ശരീരത്തെയും ദേഹി, ഇതിനകത്തൊരു മനുഷ്യനുണ്ട്. അതിനെ രണ്ടിനെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളവനെ ഭയപ്പെടുക. അല്ലാതെ നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തില്ല? സമാധാനമില്ല. സമാധാനമാണ്. കാരണം മരണഭയം നീങ്ങിപ്പോയി. എങ്ങനെ? നിത്യജീവൻ കിട്ടി. എങ്ങനെ? ദൈവത്തിന്റെ പക്ഷക്കാരനായി തീർന്നു. എങ്ങനെ? ക്രിസ്തുവിൽ വിശ്വസിച്ചു. എങ്ങനെ? സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിച്ചു. അവൻ മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അന്യ സംസ്ഥാനത്ത് ചെന്നൊരു വീട് വാടകയ്ക്ക് എടുത്തതിന് ശേഷം കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം 4-5 മാസം കഴിഞ്ഞപ്പോൾ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോന്നു. അവൻ്റെ വാടകയും കൊടുത്തു, ഇടപാടും തീർത്തു. തൻ്റെ സാധനങ്ങളുമായിട്ട് അവൻ മടങ്ങി പോന്നു. ഒന്നുമില്ല ബാക്കി. അവിടെ ഒരു കാര്യവുമില്ല. ആരും തന്നെ അന്വേഷിച്ചു വരേണ്ട കാര്യമില്ല. അതായി മടങ്ങി വരുന്നത് സൂക്ഷിക്കണമെന്ന് പറയുന്നു. ഇന്ന് മടങ്ങി വരാൻ നമ്മളോട് കൽപ്പിച്ചാൽ നമ്മൾ ഏത് അവസ്ഥയിൽ നിന്നാ ഇന്ന് നമ്മുടെ മുമ്പാകെയുള്ള ചോദ്യം. ഇന്ന് മടങ്ങി വരുവിൻ എന്ന് നമ്മോട് കൽപ്പിച്ചാൽ നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കും? നീതിയുള്ള ദൈവം, വിശ്വസ്തനായ ദൈവം പറയുകയാണ്, മടങ്ങി വരുവീൻ. അവിടെ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കും പ്രകാരം ഇതാ ഈ ലോകത്തോട് പറ്റുന്നതോ ശത്രുവിനോട് പറ്റുന്നതോ ജഡത്തോട് പറ്റുന്നതോ ആയ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ
തന്നെത്താൻ സൂക്ഷിച്ച് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ദുർമോഹങ്ങളെ അകറ്റി ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്നത് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണന് അത് കേൾക്കും. ഒരുങ്ങിയിരുന്നവൻ കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങി എണ്ണയെടുത്ത കന്യകമാരെ പോലെ ഇതാ സന്തോഷം, ഇത്രയും കാലം ഇവിടെ ജീവിച്ചു, എൻ്റെ കർത്താവ് എനിക്ക് നിശ്ചയിച്ച അവധി തീർന്നു, ഇതാ ഞാനത് വിട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിക്ക് വരുന്നു. ആ പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ആ പ്രാഗൽഭ്യം നമുക്ക് കർത്താവ് നൽകട്ടെ. ദൈവസന്നിധിയിൽ നാം ജഡത്തോട് പറ്റാതെ, ലോകത്തോട് പറ്റാതെ, ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരാതെ അസമാധാനത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കട്ടെ. പൂർണ്ണ സമാധാനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ആയിരിക്കാൻ കർത്താവ് തൻ്റെ വരവ് താമസിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ പഠിക്കുന്നത് കറയും കളങ്കവുമില്ലാതെ പൂർണ്ണ സമാധാനത്തിൽ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ടാണ് അവൻ തൻ്റെ വരവ് താമസിക്കുന്നത്. അവൻ്റെ വരവിനെ വേഗത്തിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുവോ, എത്ര മാത്രം നിലവിളിക്കുന്നു എന്നുള്ളതല്ല, പിന്നെയോ അവൻ്റെ വരവിനെ വേഗത്തിലാക്കണമെങ്കിൽ നമ്മിൽ നിന്ന് കറയും കളങ്കവും നീങ്ങി പൂർണ്ണ സമാധാനത്തിലായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോട് കർത്താവിലായിരിക്കാം. ദൈവം മേനിരിക്കുമാറാകും. പാപത്താൽ എന്നിൽ